ഇന്ത്യ ഇപ്പോൾ അതിർത്തികൾ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ്. അതായത് കർശനമായ സുരക്ഷാ സന്നാഹം ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറാതിരിക്കാൻ ഇന്ത്യ അവിടെ പാമ്പുകളെയും മുതലകളെയും വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അതിർത്തികളിലും പലതരത്തിലുമുള്ള സുരക്ഷാ വിന്യാസങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെ ഈ BSF ഈ കുപ്പികൾ വെച്ചിട്ട് പാകിസ്ഥാൻകാർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. അങ്ങനെ പല അതിർത്തികളിലും ഇന്ത്യ പലതരത്തിലുമുള്ള ഈ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്. ചൈനീസ് അതിർത്തിയിൽ റോഡുകളും തുരങ്കങ്ങളും നിർമ്മിക്കുന്നതിൽ ഇന്ത്യ നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ചൈനീസ് അതിർത്തിയിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നേരിട്ടത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സമഗ്രമായ ഒരു സുരക്ഷാ സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കത്തിന്റെ നിർമ്മാണമാണ്. അതിന്റെ ഒന്നാം ഘട്ടം ഇപ്പോൾ കഴിഞ്ഞു. ഇത് ചൈനീസ് അതിർത്തിക്ക് തൊട്ട് താഴെയാണ് നിർമ്മിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ തുരങ്കം എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഈ തുരങ്കത്തിന്റെ നിർമ്മാണം 2024 ആരംഭിച്ചു. അതായത് ജൂലൈയിലാണ് ആരംഭിച്ചത്. അതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. 2028 ഓഗസ്റ്റിൽ 4 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. തുരങ്കത്തിന്റെ പകുതി ഇതിനകം പൂർത്തിയായി. നിരവധി കാലാവസ്ഥാ തടസ്സങ്ങൾക്കിടയിലും നിർമ്മാണം ഒരു തടസ്സവുമില്ലാതെ തുടർന്നു. അടൽ ടണൽ, ചനാനി നിശ്രി ടണൽ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന തുരങ്കങ്ങൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഈ തുരങ്കം പലതരത്തിൽ സവിശേഷമായി കണക്കാക്കപ്പെടുകയാണ്. നിർമ്മാണത്തിലെ വെല്ലുവിളിയും അതിർത്തിയിലെ ജനങ്ങൾക്കുള്ള ഇതിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈന്യം അന്ന് എക്സിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ഉയരത്തിൽ ഒരു റോഡ് നിർമ്മിക്കുന്നത് സാധാരണ കാര്യമല്ല. താപനില 0-നും താഴേക്ക് പോവുകയും ഓക്സിജന്റെ അളവ് സമുദ്ര നിരപ്പിനുള്ളിന്റെ പകുതിയായി കുറയുകയും ചെയ്യുന്ന ഇവിടം ഉറപ്പില്ലാത്ത മണ്ണും മഞ്ഞുകാറ്റും നിറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ഭീഷണി തന്നെ ഈ നിർമ്മാണത്തിൽ പല തവണ രൂപപ്പെട്ടിട്ടുണ്ട്. സാങ്കേതികവും ശാരീരികവുമായ പ്രതിബന്ധങ്ങളെ മറികടന്ന് മഞ്ഞുവീഴ്ചയും പ്രവചനാതീതമായ കാലാവസ്ഥയും അതിജീവിച്ചാണ് എഞ്ചിനീയർമാർ ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയത്. കഠിനമായ ശൈത്യകാലത്ത് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഹാൻലെയിലെയും ഫുക്ചയിലെയും താമസക്കാർക്ക് പുതിയ റോഡ് ജീവിതം എളുപ്പമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി BRO അറിയിക്കുന്നുണ്ട്. ഈ പാത വർഷം മുഴുവനായുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനും യാത്രാ സമയം കുറയ്ക്കാനും ആവശ്യ സാധനങ്ങളുടെ നീക്കം സുഗമമാക്കാനും സഹായിക്കുന്നുണ്ട്. 19,400 അടി ഉയരത്തിലുള്ള മിക്ല ചുരത്തിന് നേപ്പാളിലെ എവറസ്റ്റ് കൊടുമുടിയുടെ സൗത്ത് ബേസ് ക്യാമ്പിനേക്കാളും തിബറ്റിലെ നോർത്ത് ബേസ് ക്യാമ്പിനേക്കാളും ഉയരമുണ്ട്. ഇതിനു മുമ്പ് റെക്കോർഡ് കൈവശം വച്ചിരുന്ന ഒംലിംഗ് ലായുടെ ഉയരം 19,024 അടിയാണ്. ലിഖാരോ മിക്ല ചുക്ചെ പാതയുടെ ഭാഗമായ ഈ റോഡ് യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഹാൻലെ പ്രദേശത്തെ ഫുക്ചെ ഗ്രാമവുമായി ബന്ധിപ്പിക്കുന്നു. ലിംഗാരു മിക്ല ഫുക്ചെ പാതയുടെ ഭാഗമായ ഈ റോഡ് യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഹാൻലെ പ്രദേശത്തെ ഫുക്ചെ ഗ്രാമവുമായി ബന്ധിപ്പിക്കുകയാണ്. പ്രോജക്ട് ഹിമാങ്കിന് കീഴിൽ ബ്രിഗേഡിയർ വിശാൽ ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ നേട്ടം കൈവരിച്ചത്. ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായി ചുരത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയും BROയുടെ പതാകയും സംഘം അന്ന് ഉയർത്തിയിരുന്നു.